നമ്മൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. കുറേ പേരുടെ കാത്തിരിപ്പും കുറേ പേരുടെ എഫേർട്ടും ഒക്കെ അതിനൊക്കെ റിസൾട്ട് ആയിട്ടുള്ള സ്ഥലത്തേക്കാണ്. നമ്മൾ നിർമ്മല കോളേജ്, തൃശ്ശൂർ നിർമ്മല കോളേജിലെ 93-95 ഗേൾസ് ബാച്ചിലെ റിയൂണിയനാണ് പോകുന്നത്. അപ്പോൾ ഒരു 30 കൊല്ലം മുന്നുള്ള ചെറുപ്പം പെൺകുട്ടികളുടെ ഇപ്പോൾ എല്ലാവരും അമ്മമാരായി. അപ്പോൾ അവരുടെ ഒരു കൂടിക്കാഴ്ചയിലാണ് ഇന്ന്. അപ്പോൾ എൻ്റെ അമ്മയും ആ ഒരു ബാച്ചിലെ അംഗമായിരുന്നു. അപ്പോൾ നമ്മൾ അമ്മയും ഞാനും അമ്മയുടെ ഫ്രണ്ടൊക്കെ കൂടിയിട്ട് അപ്പം നമ്മൾ അവരുടെ ടീച്ചേഴ്സിനൊക്കെ കൊടുക്കാനുള്ള ഫ്ലവേഴ്സൊക്കെ വാങ്ങി. ഇത് നമ്മളവിടെ എത്തിയപ്പോൾ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് എല്ലാവരും കാണാനായിട്ട്. കാരണം അവരെല്ലാവരും 30 കൊല്ലം കഴിഞ്ഞിട്ടാണ് കാണാൻ പോകുന്നത്. അപ്പം ഇങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിൽ കുറേ മെസ്സേജസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വോയിസസും മാത്രം. അപ്പം പിന്നെ നേരിട്ട് കാണുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് വേറെ തന്നെയായിരുന്നു. അവരുടെയൊക്കെ സന്തോഷം, ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ കണ്ടിട്ട് എനിക്ക് തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് വന്നത്. എല്ലാവർക്കും ആ ഒരു പണ്ടത്തെ എനർജി തിരിച്ചു കിട്ടിയ പോലെയായിരുന്നു. ഞാൻ അത് പോയില്ലെങ്കിൽ എനിക്ക് വളരെ ഒരു ലോസ് ആയിനെ. നേരിട്ട് കണ്ടതിൻ്റെ സന്തോഷത്തിൽ അവിടെ പാട്ടുപാടലും ഡാൻസുകളും റീൽസ് എടുക്കലും ഫോട്ടോസും ബഹളമായിരുന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കര ബഹളമായിരുന്നു. ചെറുപ്പം 30 വയസ്സ് കുറഞ്ഞ പോലെയായിരുന്നു അവരൊക്കെ അവിടെ ബിഹേവ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ ഒരു 30 കൊല്ലം കഴിഞ്ഞിട്ടുള്ള എന്നും ഞാൻ അവരിൽ ഇമാജിൻ ചെയ്തു. കാരണം ഒരു 30 കൊല്ലം കൂടെ കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഫ്രണ്ട്സും ക്ലാസ്മേറ്റ്സും ഒക്കെ ഇതേപോലെ കൂടേണ്ട പിള്ളേരല്ലേ. ടൈമൊക്കെ പെട്ടെന്നാണ് പോവുക. അപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സമയം അത് മാക്സിമം എൻജോയ് ചെയ്യാതെ ഇവരെ പോലെ എൻജോയ് ചെയ്യാൻ അവർക്ക് ആകെ കൂടി കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് കിട്ടിയത്. പക്ഷെ ആ മണിക്കൂറിൽ ഓരോ നിമിഷം അവർ അത്ര എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അവരെ പഠിപ്പിച്ച ടീച്ചേഴ്സാണ്. എനിക്ക് ടീച്ചേഴ്സിനെ കണ്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടി. കാരണം ഇവരെ പഠിപ്പിക്കുന്ന ടൈമിൽ അവർക്ക് അത്യാവശ്യം പ്രായം ഉണ്ടാവും. ഇപ്പോഴും ഭയങ്കര യങ്ങും ഭയങ്കര എനർജറ്റിക്കുമാണ് ടീച്ചേഴ്സ് ഇപ്പോഴും ഇരിക്കുന്നത്. അതിൽ ഈ മിസ്സാണെങ്കിൽ 3 മണി വരെ ഇരുന്ന് പഠിച്ചിട്ടാണ് ഇന്ന് എക്സാം ചെയ്തിട്ട് ആൾ കുറച്ച് ലേറ്റ് ആയിട്ട് വന്നത്. അപ്പം മിസ്സിൻ്റെ ഒരു അഡ്വൈസ് ഉണ്ടായിരുന്നു. അത് ഞാനും പേഴ്സണലായിട്ട് തന്നെ അഡ്വൈസ് എടുത്തു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള കഴിവുകൾ നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ ഒരിക്കലും വെറുതെ ഇരിക്കരുത്. നിങ്ങൾ ആരും വീട്ടിലെ ഹൗസ് വൈഫ് ആയിട്ട് ആരും ഇരിക്കരുത്. എന്തെങ്കിലുമൊക്കെ പഠിക്കുകയെ, നമുക്ക് ഇഷ്ടമുള്ള ഹോബീസ് ചെയ്യേ, അങ്ങനെയൊക്കെ ചെയ്യാൻ ഇവരെ ഒന്നും കൂടെ മോട്ടിവേറ്റ് ചെയ്തു. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ പാരൻസ് ആരും റിയൂണിയന് പോയിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി അവരോട് പോകാൻ പറയണം. ഫ്രണ്ട്സിനൊരു നമ്പറൊക്കെ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഇവരും പണ്ടത്തെ രജിസ്റ്റർ നോക്കി വിളിച്ച് ഇതിനൊക്കെ എഫേർട്ട് എടുത്തിരിക്കുന്നത് അമ്മയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, മഞ്ജു എന്നാണ് ചേച്ചിയാണ്. അപ്പോൾ ആളുടെ എഫേർട്ടിനെ സമ്മതിക്കണം. പിന്നെ എല്ലാവരും എഫേർട്ട് എടുത്ത് വിളിച്ച് ചോദിച്ച് ബന്ധുക്കളെ വിളിച്ച് അവരുടെ ബന്ധുക്കളെ വിളിച്ചിട്ടൊക്കെയാണ് എല്ലാവരും കണ്ടുപിടിച്ചിരിക്കുന്നത്. അങ്ങനെ അന്നത്തെ 75 സംതിങ് ആളുകൾ അവർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാവരും പുറത്തൊക്കെ ആയിട്ട് ഇപ്പോൾ കുറച്ച് പേർക്കാണ് നമ്മളിവിടെ കൂടാൻ വെച്ചിരിക്കുന്നത്. പക്ഷെ എന്നാലും അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ റിയൂണിയൻ്റെ കാര്യം എന്തായാലും മറക്കണ്ട. അപ്പോൾ പാരൻസിനോട് ഇപ്പം തന്നെ പോയി പറഞ്ഞു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.